നമസ്കാരം. ഏവർക്കും മന്ത്രാക്ഷരിയിലേക്ക് സ്വാഗതം. ഹൈന്ദവ വിശ്വാസപ്രകാരം ഐശ്വര്യത്തിൻ്റെ ഭഗവതിയാണ് ലക്ഷ്മി. ത്രിമൂർത്തികളിൽ ഒരാളായ മഹാവിഷ്ണു ഭഗവാന്റെ പത്നിയാണ് ലക്ഷ്മി ദേവി. മഹാലക്ഷ്മിക്ക് 8 ഭാവങ്ങളുണ്ട്. അവർ അഷ്ടലക്ഷ്മിമാർ എന്നാണ് അറിയപ്പെടുന്നത്. ആദിലക്ഷ്മി, ധനലക്ഷ്മി, ധാന്യലക്ഷ്മി, ഗജലക്ഷ്മി, സന്താനലക്ഷ്മി, വീരലക്ഷ്മി, വിജയലക്ഷ്മി, വിദ്യാലക്ഷ്മി എന്നിവരാണ് അഷ്ടലക്ഷ്മിമാർ. ലക്ഷ്മി പൂജ നടത്തുന്നത് ഐശ്വര്യവും സമ്പത്തും ഉണ്ടാകുന്നതിന് വേണ്ടിയാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. കയ്യിൽ താമരപ്പൂവും സ്വർണ്ണക്കുടവും പിടിച്ചിരിക്കുന്നതും അഭയവരദ മുദ്രകളോട് കൂടിയതുമാണ് ലക്ഷ്മിയുടെ രൂപം. 2 വെളുത്ത ആനകൾ ദേവിയുടെ ഇരുവശത്തുമായി നിൽക്കുന്നു. ധനം, സമ്പത്ത്, ആഹാരം, ഐശ്വര്യം, വൃത്തി, ശുചിത്വം, വിജയം, അഭിവൃദ്ധി എന്നിവയെല്ലാം മഹാലക്ഷ്മിയുള്ളിടത്ത് കാണുന്നതാണ്. എവിടെയെല്ലാം മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുന്നുവോ പൂജിക്കുന്നുവോ അവിടെയെല്ലാം മഹാലക്ഷ്മി കൂടി ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. 8 യാമങ്ങൾ അഷ്ടലക്ഷ്മിമാരുടെ ആവാസ സമയമായാണ് കണക്കാക്കുന്നത്. അതായത് 3 മണിക്കൂർ സമയമാണ് ഒരു യാമം. ആദ്യത്തെ യാമം തുടങ്ങുന്നത് പുലർച്ചെ ഏകദേശം 3 മണിക്കാണ്. കാലദേശങ്ങൾക്കനുസരിച്ച് ഉദയസമയം മാറുന്നതനുസരിച്ചും യാമം തുടങ്ങുന്ന സമയത്തിന് മാറ്റമുണ്ടാകും. 3 മണിക്കൂർ ദൈർഘ്യമുള്ള 8 യാമങ്ങൾ ചേർന്നതാണ് ഒരു ദിവസം. ആദ്യം വിദ്യാലക്ഷ്മിയുടെ യാമമാണ്. വിദ്യാലക്ഷ്മിയെയാണ് സരസ്വതി എന്ന് പറയുന്നത്. അതിനാൽ ആ യാമത്തിനെ സരസ്വതി യാമം എന്ന് പറയുന്നു. സരസ്വതി യാമം കഴിഞ്ഞാൽ അടുത്ത യാമം വരുന്നത് ധനലക്ഷ്മി യാമമാണ്. ഈ യാമത്തിൽ ലക്ഷ്മി ദേവിയെ പൂജിക്കുന്നത് ഉത്തമമാണ്. അത് 6 മണി മുതലാണ് തുടങ്ങുന്നത്. 6 മണി മുതൽ 9 മണി വരെ ആകാം. 3-ാമത്തെ യാമം ആദിലക്ഷ്മി യാമം എന്ന് പറയുന്നു. അതിനുശേഷം ധാന്യലക്ഷ്മി യാമം, സന്താനലക്ഷ്മി യാമം, വീരലക്ഷ്മി യാമം, വിജയലക്ഷ്മി യാമം എന്നിവയാണവ. സമ്പത്തിൻ്റെയും സമൃദ്ധിയുടെയും ഭാഗ്യത്തിൻ്റെയും ദേവതയായ മാതാലക്ഷ്മി ഭക്തരുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും സമൃദ്ധിയും നൽകുന്നു. അവരുടെ ആരാധന എല്ലാതരം സാമ്പത്തിക പ്രശ്നങ്ങളും പരിഹരിക്കുകയും ജീവിതത്തിലേക്ക് പോസിറ്റീവ് ഊർജം കൊണ്ടുവരികയും ചെയ്യുന്നു. നിത്യവും ലക്ഷ്മി ദേവിയെ ആരാധിക്കുകയും പൂജിക്കുകയും ചെയ്യുന്നവർക്കും ലക്ഷ്മി ദേവിയുടെ കടാക്ഷമുണ്ടാകും. മഹാലക്ഷ്മി അഷ്ടകം, മഹാലക്ഷ്മി സ്തവം, മഹാലക്ഷ്മി അഷ്ടോത്തര ശതനാമാവലി, കനകധാര സ്തോത്രം എന്നിവയും ജപിക്കുന്നത് ഉത്തമമാണ്. എന്നാൽ മഹാലക്ഷ്മി ചഞ്ചലയാണ്, സ്ഥിരമായി ഒരിടത്ത് നിൽക്കുന്നതല്ല. അതിനാൽ തന്നെ ലക്ഷ്മി ദേവിയുടെ നിത്യ സാന്നിധ്യം നമ്മുടെ വീടുകളിൽ ഉണ്ടാകുന്നതിനായി അതിശക്തിയാർന്ന ഒരു സ്തോത്രത്തെ പരിചയപ്പെടുത്തുകയാണിന്ന്. ഇതിൽ ലക്ഷ്മി ദേവിയുടെ 12 നാമങ്ങളാണ് അടങ്ങിയിട്ടുള്ളത്. ഇതിനെ ദക്ഷിണാലക്ഷ്മി സ്തോത്രം എന്നാണ് പറയുന്നത്. ഈ സ്തോത്രം നിത്യവും 1, 3, 11, 21 എന്നിങ്ങനെ സാധിക്കുന്നതുപോലെ ചൊല്ലാവുന്നതാണ്. ഈ സ്തോത്രം നിത്യവും ചൊല്ലുന്നത് നിമിത്തം ലക്ഷ്മി ദേവിയുടെ കടാക്ഷത്തിനായി നിത്യവും ഇത് പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ ലക്ഷ്മി ദേവിയുടെ പൂർണ്ണ കടാക്ഷവും അനുഗ്രഹവും ഉണ്ടാകുന്നതാണ്. ദക്ഷിണാലക്ഷ്മി സ്തോത്രം. ഓം ത്രൈലോക്യ പൂജിതേ ദേവി കമലേ വിഷ്ണുവല്ലഭേ യയാ ത്വം അജലാ കൃഷ്ണേ തഥാ ഭവമയി സ്ഥിരാ കമലാ ചഞ്ചലാ ലക്ഷ്മിശ്ചലാ ഭൂതിർഹരിപ്രിയാ പത്മാ പത്മാലയാ സമ്യക് ഉച്ചൈ ശ്രീപത്മധാരിണീ 12 നാമാനി ലക്ഷ്മീ സംപൂജയ പഠേത് സ്ഥിരാ ലക്ഷ്മീർഭവേത് തസ്യ പുത്രധാരാഭിഃ സഹ. ഓം ത്രൈലോക്യ പൂജിതേ ദേവി കമലേ വിഷ്ണുവല്ലഭേ യയാ ത്വം അജലാ കൃഷ്ണേ തഥാ ഭവമയി സ്ഥിരാ കമലാ ചഞ്ചലാ ലക്ഷ്മിശ്ചലാ ഭൂതിർഹരിപ്രിയാ പത്മാ പത്മാലയാ സമ്യക് ഉച്ചൈ ശ്രീപത്മധാരിണീ 12 നാമാനി ലക്ഷ്മീ സംപൂജയ പഠേത് സ്ഥിരാ ലക്ഷ്മീർഭവേത് തസ്യ പുത്രധാരാഭിഃ സഹ.
ഇതി ശ്രീ ദക്ഷിണാലക്ഷ്മി സ്തോത്രം സമ്പൂർണം. ചൊവ്വ, വെള്ളി എന്നീ ദിവസങ്ങളിലും പൗർണമിയിലും ഈ ദക്ഷിണാലക്ഷ്മി സ്തോത്രം ജപിക്കുന്നത് ഉത്തമമാണ്. വെള്ളിയാഴ്ചകളിൽ 21 തവണ വീതം ജപിക്കുന്നതും കൂടുതൽ ഫലം ചെയ്യും. ഏവർക്കും സമ്പത്തും ഐശ്വര്യവും ധനവും സമൃദ്ധിയും സമാധാനവുമുള്ള ജീവിതം ഉണ്ടാകട്ടെ. ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം പൂർണ്ണമായും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.